ഗോക്കളെ മേച്ചും ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും അല്ല അനക്ക് ടിവിയിൽ പാടാൻ പോയിക്കൂടെ? അത്ര നല്ല പാട്ടാ പിന്നെ. അല്ല പാട്ട് നന്നായതുകൊണ്ടല്ല, അതാകുമ്പോ നമുക്ക് ഓഫ് ആക്കാലോ. അല്ല എന്തൊക്കെ വർത്താനം? നല്ല വർത്താനം. ഇങ്ങനൊക്കെ നടന്നാ മതിയോ? അതിലൊക്കെ ഒന്ന് കടക്കണ്ടേ? ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളായിട്ട് ഉണ്ടാക്കില്ലേ. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഞാനോ ഈ ഹോസ്പിറ്റലിലോ ഞാൻ കുറച്ച് കുറുന്തോട്ടി പറിക്കാൻ വന്നാണ്. ഇവിടെ ബ്ലഡ് കൊടുക്കാൻ വന്നാണ്. രോഗികള് നിലത്ത് വരാതലൊക്കെ കിടക്കണ ബെഡില്ലാഞ്ഞിട്ടേ കൊണ്ടു കൊടുക്ക്. ബെഡല്ല, ബ്ലഡ്, ചോര കൊടുക്കാനേ. അല്ല എനിക്കൊരു സംശയം, ഈ ആണുങ്ങളുടെ ദേഹത്താണോ പെണ്ണുങ്ങളുടെ ദേഹത്താണോ കൂടുതൽ ചോര ഉണ്ടാവുക? അത് പെണ്ണുങ്ങളുടെ ദേഹത്താ. അതിന്റെ കാരണം അത് ഈ ആണുങ്ങളെ ചോര ഊറ്റി ഇങ്ങനെ കുടിക്കില്ലേ. എങ്ങനെയാണല്ലോ നിന്റെ അതേപോലെ തന്നെയായിരുന്നു നിന്റെ കെട്ടും വേലായ കേട്ടന്. നല്ല തമാശയാണ്. പിന്നെ എല്ലാവർക്കും ചോര കൊടുക്കുന്ന പണിയാണ്. എല്ലാവർക്കും നാട്ടുകാർക്കൊക്കെ ചോര കൊടുക്കുന്ന പണിയാണ്. ചോര കൊടുത്ത് 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 മൂപ്പർക്ക് പ്രശ്നമായി. എന്നിട്ട് അവസാനം ഞാനാ ചോര കൊടുത്തൊക്കെ ശരിയാക്കിയത്. ഹലോ, ബല രണ്ടാളെ ബ്ലഡും കൂടി വേണം. ബല ഇതൊരു കാര്യം ചെയ്യ്, എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് വാ. അതെ, തൽക്കാലം ടോർച്ച് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എമർജൻസി വരുമ്പോ എനിക്ക് തിരിച്ചു തന്നാ മതി. എമർജൻസി എന്ന് പറഞ്ഞാൽ ഇതല്ല, പെട്ടെന്ന് വരാൻ വേണ്ടിയാണ്. പെട്ടെന്ന് വരാൻ ഇത് നിങ്ങൾ ഈ സഞ്ചിയിൽ വെക്കി. എന്താണ് ഈ സഞ്ചിയിൽ ഞാൻ വെച്ചോളല്ലോ? ഇതിൽ കൈയിടല്ലേ, പുതിയ സഞ്ചിയാണിതേ. ഇതേപോലെ സഞ്ചി ഞാൻ കൊറേ കണ്ടതാണ്. ഇത് ഇതിൽ വെക്കി, ഇതിൽ വെക്കി. എന്റെ മകന്റെ പ്രായമുണ്ട്, അല്ലാതെ ഒറ്റ അടിക്ക് നേരത്തിട്ടിട്ട് നിലവേ എന്നാണ് നിന്റെ നെഞ്ചത്ത് കയറി കളിച്ചിരുന്നു ഞാൻ. എന്ത് ഈ മനസ്സിലാക്കിയത്? ഇത് സഞ്ചി എവിടെ? എന്റെ സഞ്ചി എവിടെ? ഞാൻ അറിയാതെ എന്റെ സഞ്ചി എടുത്ത് ഞാനെത്തിക്കില്ല. സഞ്ചി കൊണ്ടാ ആൾക്കാരെ കൂടെ ഞാൻ സഞ്ചി കൊണ്ട് വന്നത്. അതിന്റെ സഞ്ചി എടുത്ത് വെക്കല. രക്ഷിച്ചിട്ട് അതിനകത്തേക്ക് കപ്പലിൽ നിൽക്കല്ലേ സഞ്ചി. എവിടെ? അല്ലെങ്കിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതിലുള്ള സാധനങ്ങളൊന്നും ആ സഞ്ചിയിലില്ല. ഇതിന്റെ സുമരിച്ചെന്ന സഞ്ചിയാണ്. ഇതും നിങ്ങള് മോന്റെ കല്യാണത്തിലേ നിങ്ങള് വീട്ടിലേക്ക് ഞാൻ വന്നല്ലോ. ഈ മരുമകളെ വർത്താനൊക്കെ മരുമകളെ വർത്താനം മിണ്ടി പോകരുത്. ഒന്നും രണ്ടും പറഞ്ഞാണ്ട് ഫുള്ള് വഴക്കാണ്. എന്താണ് കാരണം? അതെന്ത് ഓളം മാല, 2 പവന്റെ മാല എടുത്ത് ഓള് അലക്ക് കല്ലുമ്പോ വെച്ചു. ഞാൻ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു. അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങളേ ഇങ്ങോട്ട് മാറ്റി വെച്ചേ ബാങ്കില്. അപ്പൊ നിങ്ങളെ ഇതൊന്നും കിട്ടിയാ പോരെ നിങ്ങക്ക്. ഇതേപോലെ എല്ലാ വീട്ടിലുണ്ട് ഇതേപോലെ പ്രശ്നങ്ങള്. പിന്നെ ഭാര്യ അവൾക്ക് എന്താ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്നാലും പരാതിയാണ്. അപ്പൊ കാൽമുട്ടിന് വേദന വന്നപ്പോ ആടിന്റെ ഈ കാല് സൂപ്പാക്കി കൊടുത്തു. പിന്നെ വയറുവേദന വന്നപ്പോ ഞാൻ ആടിന്റെ ഈ കുടല് സൂപ്പ് ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനൊക്കെ ഉണ്ടായിട്ടും പരാതിയാണ് ഈ കിടന്നുള്ള. അപ്പൊ ഒരു കാര്യം ചെയ്യുന്ന ആടിന്റെ നട്ടല് വാങ്ങിട്ട് സൂപ്പ് ഉണ്ടാക്കുക. അത് ഓൾക്ക് കൊടുക്കണം. അതിന് കുടിക്കാതെ ഒരു കുറവ് ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഇന്നെങ്ങനെ ടെൻഷൻ ആക്കല്ലേ? ടെൻഷൻ ആക്കിയിട്ട് പിന്നെ നിങ്ങൾ ഡോക്ടറെ കാണിച്ചു. ഈ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തോ? ഡോക്ടർ പറഞ്ഞ സാധനം എടുത്തു, പറയാത്ത സാധനം എടുത്തു. ഇത് ഡോക്ടർ പറഞ്ഞ എക്സ്റേ എടുത്തു, ECG എടുത്തു. പിന്നെ ഇത് ഡോക്ടർ പറയാത്ത സാധനമാണ്. ഇത് ഡോക്ടർ പരിശോധിച്ച സ്റ്റെതസ്കോപ്പ് അല്ലേ? അതോടെ കൊണ്ടുകൊടുക്കുക ഡോക്ടർ തരുമോ? എന്റെ മകളെ കുട്ടിക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം. 5-10 ലക്ഷം കൊടുത്ത് പഠിപ്പിക്കാൻ എന്നെ കൊണ്ടാവൂല. ഇതെങ്കിലും ഓൾക്ക് കൊടുക്കണം. ഇങ്ങളെ കൊണ്ട് അല്ല. നിങ്ങൾക്ക് ഇപ്പൊ ശാരീരികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. എന്താണത്? അത് ഈ കുടുംബ കൂട്ടായ്മ ലോൺ എടുത്തോണു, അത് അടച്ചിട്ടില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനത്തെ ബുദ്ധിമുട്ടല്ല, നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞിട്ടേ. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു നോർമലാണ്. നല്ലതല്ലേ? എങ്ങനെ നല്ലതാവണു? എന്റെ വീട്ടിൽ തെങ്ങുമ്പോ കയറാൻ പറ്റുന്ന ഭാസ്കരൻ തെങ്ങിന്റെ മണ്ടേന്ന് വീണിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ്? മരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ? നോർമൽ ഡെത്ത്. നോർമൽ ഡെത്ത് ഒന്നുമില്ല.
കുഴപ്പമില്ലെന്ന്. എനിക്ക് നോർമൽ ആയിട്ട് മരിക്കണ്ട, നിങ്ങൾക്കൊന്നുമില്ല. എനിക്ക് നോർമൽ ആയിട്ട് മരിക്കണ്ട. കുഴപ്പമില്ലെന്ന്. എന്തോ ഇതറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ ആസ്പത്രി മുഴുവൻ ഇറങ്ങി നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ നോർമൽ ആണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ഇങ്ങനെ നോർമൽ ആണ്. പിന്നെ എന്റെ മകൻ എന്റെ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാരാണ് പറഞ്ഞെങ്കിൽ നോർമൽ അല്ല. നോർമൽ അല്ലേ? നോർമൽ അല്ല. അതേത് ഹോസ്പിറ്റലാ? കുതിരവട്ടം പ്രാന്താശുപത്രി. എന്റെ ചോര ഞാൻ എടുക്കും. എന്റെ ചോര ഞാൻ എടുക്കും.